പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യാക്കോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പരീക്ഷകളെ അതിജീവിക്കുന്നത്. യാക്കോബ് 1 അധ്യായത്തിലെ 12 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. ഇവിടെ യേശുവിനെ പരീക്ഷിക്കാൻ വന്ന പ്രലോഭനത്തിന് അനുവദിച്ചു. അത് ആവശ്യമായി ദൈവം അനുവദിച്ചു കൊടുത്തു. പരീക്ഷിച്ച് യേശു ആത്മാവിൽ ബലപ്പെട്ടു. പിശാചിനെ, സാത്താനെ ജയിക്കാനുള്ള ആർജവും തൻ്റെ ഇടവും ശക്തിയും, എല്ലാം ആത്മീയമായ ശക്തിയും ബലവും എല്ലാം കിട്ടി. ശരീരം മാത്രമേ ക്ഷീണിച്ചിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കിട്ടിയപ്പോൾ സാത്താൻ്റെ പരീക്ഷണയിൽ തോൽപ്പിക്കാമെന്ന് സാത്താൻ വിചാരിച്ചു. പക്ഷേ കർത്താവ് അവിടുന്ന് കൊടുത്ത ആത്മാവിൽ നിറഞ്ഞ ആ ശക്തിയാൽ അവനെ തോൽപ്പിച്ചു. അപ്പോൾ അവർ ജീവൻ്റെ കിരീടം, അതിൻ്റെ മഹത്വം യേശുവിന് ലഭിക്കും. അത് ലഭിച്ചു. അതാണ് ഇനി അങ്ങോട്ടുള്ള തുടക്കം. സുവിശേഷ ജീവിതം, കർത്താൻ നമ്മുടെയും ഓരോരുത്തരുടെയും ജീവിതം അതാണ്. ഈ നോയമ്പ് കാലത്തുമൊക്കെ നമ്മൾ നോക്കുന്നത്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾക്ക് ജീവൻ്റെ കിരീടം സ്വന്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ നോയമ്പ് കാലമൊക്കെ വരുമ്പോൾ, നോയമ്പിനൊക്കെ. അല്ലാതെ അത് എന്നും തന്നെ അപ്പോഴും മാത്രമല്ല കേട്ടോ. അപ്പോഴേ ഇത് നമ്മൾ അതിനുള്ള ശക്തി കൂടുതലായിട്ട് സംഭരിക്കുന്നതിന് വേണ്ടിയാണ് നോയമ്പ് കാലത്ത് നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള നമ്മൾ സമയം മാറ്റി വെച്ചിരിക്കുകയാണ് നോയമ്പ് കാലം. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ജീവൻ്റെ കിരീടം, കർത്താവിൽ നിന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ കിരീടം നമ്മൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ആണ് വിശുദ്ധ യാക്കോബ് ഇവിടെ പറഞ്ഞത്. ഇവിടെ കർത്താവിൻ്റെ പരീക്ഷണത്തിൽ, യേശുവിനുണ്ടായ പരീക്ഷണത്തിലും അതാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. വിശന്നപ്പോൾ ആ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട്, വിശക്കുമ്പോഴാണല്ലോ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾക്ക് പ്രലോഭനങ്ങളിൽ വീണു പോകുന്നത്. എങ്ങനെയെങ്കിലും വിശപ്പകറ്റണം, ശരീരത്തിൻ്റെ സുഖം ലഭിക്കണം, അല്പം സംതൃപ്തി ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ അതിന് വശപ്പെട്ടു പോകും. ആരായാലും വശപ്പെട്ടു പോകുന്നുണ്ട്. ഇന്നും ഇല്ലാത്തവൻ ഉള്ളവൻ്റെ നിന്ന് അവൻ്റെ അനുവാദമില്ലാതെ അവൻ അറിയാതെ എടുത്തെന്ന് വരും. അപ്പോൾ അങ്ങനെ അവരെ ചെയ്തെന്ന് വരും. അപ്പോൾ അതുപോലെയാണ് യേശുവിനുണ്ടായ ഈ പരീക്ഷണം. അത് നോക്കിയത്, ഈ പ്രലോഭനം സാത്താൻ ഏൽപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഈ കല്ലുകളോട് അപ്പം ആകാൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ കല്ല് എങ്ങനെയാണ് കല്ല് അപ്പം ആക്കിയാൽ അത് അതിൻ്റെ അർത്ഥം എന്തുവാ? യേശു ആത്മാവിൽ നിറഞ്ഞു, ആത്മീയമായിട്ട് ബലം പ്രാപിച്ചു, ദൈവത്തിൻ്റെ ശക്തിയിലാണ്, അവൻ ദൈവപുത്രനാണ് എന്ന് പരസ്യമായിട്ട് അവിടെ സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ അങ്ങനെ നിറഞ്ഞ അഭിഷേകം കിട്ടി ഇങ്ങനെ വന്ന യേശുവിനെ ആത്മാവിൽ നിറഞ്ഞ ആത്മീയ വരങ്ങളെല്ലാം കിട്ടി, ദൈവപുത്രനായിട്ട് എല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ആത്മീയ വരങ്ങളും ആത്മീയ ദാനങ്ങളും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ആത്മീയ നേട്ടങ്ങൾ. അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ല. ഇപ്പോൾ ചിലർ ചോദിച്ചേക്കാം, എൻ്റെ അടുത്ത് മുൻപ് ഒരാൾ ചോദിച്ചു, ഞാൻ പനി പിടിച്ച് 2 മാസത്തോളം വളരെ വിഷമിച്ചപ്പോൾ എന്നോട്, നിങ്ങൾക്കും ഉണ്ടോ ഈ പനിയൊക്കെ? നിങ്ങൾക്കൊക്കെ വരും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറാതെ ഇങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞപ്പോൾ അത് ദൈവം. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ ദൈവത്തിലെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഇതൊന്നും ഇല്ല. നമ്മളങ്ങ് പരിപൂർണമായ സന്തോഷത്തിലും സുഖത്തിലും, ശാരീരിക സുഖത്തിലും അങ്ങ് കഴിഞ്ഞു കൂടുമെന്നാണ്. എല്ലാ ആഹാരവും ഒക്കെ കഴിച്ച് എല്ലാം അങ്ങനെ അങ്ങ് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ കൂട്ടുന്ന കൂട്ടരുണ്ടായിരിക്കാം.
ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ദൈവം നമ്മൾക്ക് തരുന്ന ആത്മീയ സന്തോഷമാണത്. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ദൈവത്തെ അറിയാനും പ്രാർത്ഥിക്കാനും ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാനും നമുക്ക് അടുക്കാനുമുള്ള അവസരം ദൈവം നമുക്ക് തരുന്നതായിട്ടാണ് ഒരു ആത്മീയ മനുഷ്യൻ ചിന്തിക്കേണ്ടുന്നത്. അങ്ങനെ അതാണ് ശരി, ചിന്തിക്കേണ്ടുന്നതെന്നല്ല, അതാണ് ശരി. അപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ്. അപ്പോൾ ഇവിടെ യേശുവിന് ഈ പ്രലോഭനം വന്നപ്പോൾ ആത്മീയ തൻ്റെ ശക്തി, ദൈവിക ശക്തി തൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി, എനിക്ക് സൗഖ്യത്തിനും എനിക്ക് സന്തോഷത്തിനും എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഒക്കെ ഒന്നുമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്, രോഗം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവർ എത്രയോ ഉണ്ട്, എല്ലാം ഉണ്ടായാലും സന്തോഷവും സമാധാനവും ഇല്ലാത്ത എത്രയോ ഭവനങ്ങളുണ്ട്, എത്രയോ ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മുടെ സമയം നമ്മൾ ചിലവഴിക്കേണ്ടത്. ഒരു ദൈവവിശ്വാസി, ഈശ്വരവിശ്വാസി അങ്ങനെ ആയിരിക്കണം. അങ്ങനെ പറയുക മാത്രമല്ല, കഴിവുള്ളവർ, അതിന് ശേഷിയുള്ളവർ അവർക്ക് അത് പ്രവൃത്തിയിൽ ചെയ്തു കൊടുക്കുകയും വേണം. അതാണ് ക്രിസ്തീയ അടിസ്ഥാനം. നല്ല ഈശ്വരവിശ്വാസികളെല്ലാം ഹിന്ദു മതത്തിലായാലും മറ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ധാരാളമായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ അപ്പം ഭക്ഷിക്കേണ്ടുന്നത് എങ്ങനെയാണ്? വിശുദ്ധ നമ്മളെ അധ്വാനം കൊണ്ടാണ് നമ്മൾ അപ്പം ഭക്ഷിക്കേണ്ടുന്നത്. അവിടെ അതിന് പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം ത്തിലെ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ 11-12 വാക്യങ്ങളാണ്. അതിൽ നിങ്ങൾ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കണ്ട, അവർ ശാന്തമായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. അധ്വാനിക്കാതെ അലസരായി കഴിയുന്നവർ ഭക്ഷിക്കണ്ട. സുവിശേഷം പറഞ്ഞുകൊണ്ട് അലസരായിട്ട് കഴിയാനല്ല, മറ്റുള്ളവരുടെ വിയർപ്പിൻ്റെ പങ്ക് ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കാനുള്ളതല്ല. സുവിശേഷം പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള പൗലോസ് ശ്ലീഹ മാതൃക കാണിച്ചു കൊടുത്തെന്നാണ് ഈ ഭാഗങ്ങളിൽ പറയുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് 6-7 വാക്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ബുദ്ധിമുട്ടിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ച് സന്തോഷിക്കുകയല്ല വേണ്ടത്. നമ്മൾ ബുദ്ധിമുട്ടണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ചെയ്യണം എന്നും പറഞ്ഞിട്ട് ആഹാരം കഴിക്കുന്നവരോട് പോയി ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം പക്ഷേ വണ്ടിക്കൂലി ഒക്കെ ആയിരിക്കും നമുക്ക് ബുദ്ധിമുട്ടി വരുന്ന അവരറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അധികമുള്ളത് തിരിച്ചു കൊടുത്തേക്കുക. ഇപ്പം പലയിടത്തും ധ്യാന കേന്ദ്രങ്ങളോ ഇതുമെല്ലാം പണം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലല്ല ചെയ്യേണ്ടുന്നത്. അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പലരും അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക്. അവിടെ കാണുന്ന ജനങ്ങളുടെ ജനബാഹുല്യം കൊണ്ടൊക്കെ അവരൊക്കെ അത് വചനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് അവർ വരുന്നവരാണ്. അവിടെ കാണിക്ക എടുക്കുന്നു, അല്ലെ കാണിക്ക ഇടുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ അതിനൊക്കെ വേണ്ടിയൊക്കെ ഇന്നത്തെ കാലത്ത് ഓരോരുത്തർക്കും അറിയാം എന്തുമാത്രം പണം അതിനുവേണ്ടി ചിലവഴിച്ചെങ്കിലാണ് അങ്ങനെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനും അതൊക്കെ പറ്റുന്നത്. പിന്നെ അതിനുള്ള ചിലവുകൾക്കുള്ള പണമൊക്കെ ഇവിടെ നിന്നുണ്ടാകും, അതിൽ നിന്നാണ് ഉണ്ടാകേണ്ടുന്നത്. അതിന് വെറും അപ്പോഴേ തോന്നിയതുപോലെ വായിൽ വരുന്നത് പറഞ്ഞാൽ പോരാ. അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്, ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോഴും ഈ ഇടയ്ക്കും അങ്ങനെ പലപ്പോഴും കാണുന്നുണ്ട്. ആ വിഡ്ഢിത്തങ്ങൾ ആരും പറയാതിരിക്കുക. കാരണം തങ്ങളെക്കാളും കൂടുതൽ ഇത് ഇവിടെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ അവർക്ക് പിടിക്കത്തില്ല, ക്രമീകരിക്കുക. ഞാൻ നാടൻ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ സ്തോത്രം, ക്ഷമിക്കുക. അപ്പോൾ അത്തരം ആളുകളോട് പറയേണ്ടുന്നത്, നിങ്ങൾ അധ്വാനിച്ച് ഫലം അപ്പം ഭക്ഷിക്കുക, ആഹാരം കഴിക്കുക. അല്ലാത്തവൻ അങ്ങനെ അലസനായിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാം, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം, ദൈവത്തെയും കബളിപ്പിക്കാം, മനുഷ്യരെയും കബളിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. ഞാൻ ആത്മീയനാണ്, ഭക്തനാണ് എന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഭക്തനാകാനായിട്ട് നോക്കണ്ട. നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ യേശുവിൻ്റെ സഹോദരനായി തീരാൻ നോക്കുക.
നമ്മൾ യേശുവിൻ്റെ സഹോദരനാണ്. അങ്ങനെയാണ് നമ്മൾ പിതാവിനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത്. സഹോദരനായതുകൊണ്ടാണ് യേശു നമുക്കതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. അല്ല ഭക്തനായിട്ട് ജീവിക്കാനല്ല, ഇങ്ങനെ വല്ലവരുടെയും വക ഭക്ഷിച്ചും എടുത്തും കൊടുത്തും ഒക്കെ അങ്ങനെ ജീവിക്കാനുള്ളതല്ല. അതുകൊണ്ട് അതാണിവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പം കൊണ്ടായാൽ അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം, നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും കൂടി ചെയ്യുക. അതാണ് ആവശ്യം. അല്ല നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ നേട്ടത്തിന്, എൻ്റെ കഴിവ് കൊണ്ട്, ഞാൻ പഠിച്ചു വളർന്നു എൻ്റെ കഴിവ് കൊണ്ട് ഞാനിതൊക്കെ ഉണ്ടാക്കി എന്നുള്ളതല്ല. എന്നിട്ട് പരിശുദ്ധാത്മാവ് തന്നതാണെന്നൊന്നും പറയരുത്. അതൊക്കെ തെറ്റാണ്. നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുള്ളത് അവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ കൊടുക്കുക. അവിടെയൊക്കെ എന്തെല്ലാം ചിലവുകളുണ്ട്. അപ്പം അതാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പം ഞാൻ മലങ്കരക്കാരനാണ്. ഒരു മലങ്കരയിൽ ഒരു അച്ഛനെ എനിക്കറിയാം. ഞാൻ അച്ഛൻ്റെ ഒരു പ്രയാസങ്ങൾ വളരെ വലിയൊരു ഇടവകയിൽ അല്പം വയസ്സുള്ള ഒരു ദൈവികമായിട്ട് തന്നെ ജീവിക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അച്ഛൻ. വളരെ ലളിത ജീവിതം, സഞ്ചരിക്കുന്ന ഒരു സൈക്കിളിൽ കാർ വാങ്ങിക്കാൻ പറ്റാതിഞ്ഞിട്ടാണ്. കുടുംബമെല്ലാം വലിയ പേര് കേട്ട കുടുംബം, അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ കന്യാസ്ത്രീകളൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അച്ഛൻ്റെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ ഈ വിശുദ്ധ കുർബാന നിയോഗങ്ങൾ വെളിയിൽ നിന്നൊക്കെ ധാരാളം കിട്ടുന്ന ഒരു വൈദികനുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു. കുറച്ച് ദിവസത്തേക്ക് ഒരു 35 ദിവസത്തേക്കുള്ള ഒന്നിച്ച് ഇങ്ങനെ പല നിയോഗങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ നിയോഗങ്ങൾ അവർ കൊടുത്തതും അവിടെ വാങ്ങിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അച്ഛനൊരു സഹായമാകുമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്നത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ പറഞ്ഞൊരു വാക്കുണ്ട്, അത് തെറ്റാണ്, പണം വാങ്ങിക്കുന്നത് തെറ്റാണ്, പക്ഷേ നമ്മുടെ ആവശ്യത്തിന് ഇതിൻ്റെ ഉള്ള ഒരു ചിലവിനുള്ളത് എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റുള്ള നമ്മുടെ പള്ളിയിലൊക്കെ ഇതൊക്കെ ചെയ്യത്തില്ലേ ഓരോ കാര്യങ്ങളൊക്കെ അച്ഛന്മാർക്ക്. ഞാൻ അങ്ങനെ സ്വീകരിക്കാറില്ല. അങ്ങനെ സ്വീകരിക്കുന്നത് കുടുംബത്തിൽ ആ പണം, ധൂപം അർപ്പിക്കുന്ന പണം കുടുംബത്തിൽ കയറ്റാൻ പാടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് നാശത്തിനാണ്. ഇതെനിക്ക് വേറെ ചിലവുകളുണ്ട്. എത്രയോ പേര് പ്രയാസങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ചിലവുകളുണ്ട്. അവർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആളുകളുടെ ഇത് കാണുമ്പോൾ അങ്ങനെ ദാരിദ്ര്യമുള്ള വീട്ടിൽ, അല്ല ഇല്ലായ്മയുള്ള വീട്ടിൽ, ഇപ്പം ദാരിദ്ര്യം കുറവാണ്, പലതിനും ഇല്ലായ്മയുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ സന്ദർശനത്തിന് ചെല്ലുമ്പോൾ ഒരു വികാരി അച്ഛനാണെന്നും കൊണ്ട് അച്ഛൻ അടങ്ങിയിരിക്കത്തില്ല. സൈക്കിൾ എടുത്തുകൊണ്ട് വൈകിട്ട് ഒരു 4 മണി കഴിയുമ്പം ഭവനങ്ങളിൽ പോകും. ആ ഭവനങ്ങളിൽ, പാവങ്ങളുടെ ഭവനങ്ങളിൽ, അല്ല പണക്കാരുടെ ഭവനങ്ങളില്ല, അവർക്ക് വേണ്ടുന്ന സഹായവും ചെയ്ത് ഇല്ലായ്മ മനസ്സിലാക്കി അത് ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, ആത്മീയമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ആത്മീയ നേട്ടം ഭൗതിക നേട്ടത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കേണ്ട, മരുന്ന് കഴിക്കേണ്ട, അതൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്, ആ ചിലവിനുള്ളതാണ്, അല്ലാതെ ഉള്ളതല്ല. അധികമുണ്ടോ നിങ്ങളുടെ ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന്, ആവശ്യത്തിന് പോയിട്ട് ബാക്കിയുള്ളത് ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക. നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയത് ദാനമായിട്ട് കൊടുക്കുക. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദാനമായിട്ട് കിട്ടിയത് ദാനമായിട്ട് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന അത് എൻ്റെ സ്വന്തം എന്ന് വിചാരിക്കും ഇവിടെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ മനുഷ്യരെയും കബളിപ്പിച്ചു, ദൈവത്തെയും കബളിപ്പിച്ചു. അവർക്കും ഒരു തൃപ്തി നമുക്ക് തന്നു, അത്രയും തരാൻ കഴിഞ്ഞല്ലോ എന്ന് അവർക്കും ഒരു തൃപ്തി ഉണ്ടാകും. കാര്യം ശരിയാണ്. ബാക്കിയുള്ളത് ദൈവത്തെ കബളിപ്പിക്കാനും കൂടി ഇരിക്കാതെ മറ്റുള്ളവർ കൊടുക്കുക. അതാണ് സഭയുടെ സാമ്പത്തിക തത്വശാസ്ത്രം. അവൻ്റെ അപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് കഴിഞ്ഞിട്ട് അത് നാളത്തേക്ക് കരുതി വയ്ക്കാതെ അവർ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഫീൽഡിൽ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അങ്ങനെയാണ് കാണേണ്ടുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ പരീക്ഷണം ഇതിൽ പറയുന്നത്
ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവയുടെ സമ്പന്നതയെല്ലാം കാണിച്ചു കൊടുത്തു യേശുവിനെ. എന്നിട്ട് അവിടെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അതൊക്കെ ക്ഷണനേരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബുദ്ധിക്ക് ചിന്തിക്കേണ്ട. പിശാചിന് ദൈവത്തെ പോലെ തന്നെ അതുപോലെ ഇതെല്ലാം കഴിവുകൾ സിദ്ധികളെല്ലാം ഉണ്ട്. കൊണ്ടുപോയി അപ്പോൾ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അവരോടാ പറയുന്നത് ദൈവപുത്രനോടാണ്. നമ്മളോട് ഇതുപോലെയാണ് പിശാച് പറയുന്നത്. നമ്മളെന്തോ അതാണ് ഈ എന്തിനാണ് ധനാഗമ മാർഗത്തിന് വേണ്ടി അങ്ങനെ ആ മാർഗത്തിൽ കൂടെ എപ്പോഴും ഓടി നടക്കുന്നത്? ദൈവകാര്യത്തിന് വേണ്ടി ഓടി നടക്കാൻ നമുക്ക് വയ്യ. വചനം കേട്ട് അത് ഗ്രഹിച്ച് അതുപോലെ ജീവിക്കുന്നതിന് നമുക്ക് വയ്യ. വീണ്ടും വീണ്ടും ഉണ്ടാക്കുക. അവൻ്റെ ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിനുണ്ട്, അവൻ്റെ കുടുംബം കഴിയാനുള്ള ആവശ്യത്തിനുണ്ട് എന്ന്. അത് പോരാ. 3-4 തലമുറ വരെ, എൻ്റെ ശ്വാസം പോകുന്നിടം വരെയും 3-4 തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളത് എൻ്റെ വകയായിട്ട് ഞാൻ ഉണ്ടാക്കണം. മറ്റൊരുത്തന് കൊടുക്കാൻ പറ്റത്തില്ല. മറ്റൊരുത്തർക്ക് അത് കൈവശം വയ്ക്കാൻ പാടില്ല. അതായത് അവരെന്തിനാ അനുഭവിക്കുന്നത്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത്? ഞാനല്ലേ ആ കഷ്ടപ്പെട്ടത്. ദൈവം തന്നെങ്കിൽ അത് എൻ്റെ കഴിവ് കണ്ടുകൊണ്ട് തന്നതാ എന്നാണ് നമ്മുടെ തത്വശാസ്ത്രമൊക്കെ. അതാണ്. പക്ഷെ ദൈവത്തിൻ്റെ തത്വശാസ്ത്രമല്ല, ശാസ്ത്രം അങ്ങനെയുള്ളതല്ല. വിശുദ്ധാംബ്രോസും പറയുന്നുണ്ട്. എങ്ങനെയാണ്? നിനക്ക് ആവശ്യത്തിൽ കവിഞ്ഞുള്ളത് അന്യന് വേണ്ടി, മറ്റവന് വേണ്ടി. അവൻ അതിന് കഴിവില്ലാത്തതുകൊണ്ട്, സൂക്ഷിച്ചു വയ്ക്കാനോ അവനത് ഉപയോഗിക്കാനോ സൂക്ഷിച്ചു ഉപയോഗിക്കാനോ കഴിവില്ലാത്തതുകൊണ്ട് അപ്പോഴവൻ്റെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചതാണ്. അല്ല, നിൻ്റെ സ്വന്തം, നിൻ്റെ അധ്വാനം, നിൻ്റെ മഹിമ കണ്ടുകൊണ്ട്, നിൻ്റെ കഴിവും സാമർഥ്യവും കണ്ടുകൊണ്ട് ദൈവം നിനക്കങ്ങ് തന്നതല്ല. അപ്പം നിന്നെ ഏൽപ്പിച്ചു, തന്നു. കാര്യം ശരി തന്നെ. അത് ഇതിനു വേണ്ടിയുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ മഹത്വമെല്ലാം പിശാച് കാണിച്ചു കൊടുത്തിട്ട് എന്തുവാ പറഞ്ഞ്? ഇതിനെല്ലാം നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും, ഇവയെല്ലാം നിൻ്റേതാകും. ആരാധിക്കണം. ഈ ആരാധന എന്ന് പറയുമ്പോൾ എന്താണ്? അത് പല രീതിയിലും പറയും പലരും. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ സർവസ്വമായി, നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി, നമ്മുടെ എല്ലാ സന്തുഷ്ടികൾ, എല്ലാം നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ഉണ്ടാകാനുള്ളത് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ആ ശക്തിയുടെയാണ്. പിശാച് പറഞ്ഞപ്പോൾ ആ പിശാചിൻ്റേതാണതല്ല, പിശാച് തന്നതാണെന്ന് നമ്മൾ ഏറ്റുപറയാണ് ആരാധിക്കുമ്പോൾ. നമ്മൾ എന്തിനെ ആരാധിക്കുന്നുവോ ആ ശക്തിയുടേതാണ്. ദൈവത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റേതാണെന്നുള്ളതാണ്. ഇവിടെ ആരോടാ പറഞ്ഞത്? ദൈവപുത്രനോടാണ് പറഞ്ഞത്, സാത്താൻ എന്നെ ആരാധിക്കുക എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷാകര പദ്ധതി പൊളിക്കാം. ദൈവത്തിൻ്റെ ദൈവരാജ്യ സംസ്ഥാപനം ഞാൻ ആദിയിൽ പറഞ്ഞതുപോലെ അത് പൊളിക്കാം. ഇതൊക്കെയാണ് സാത്താൻ്റെ ഇത്. അപ്പം ഇവിടെ യേശു പറഞ്ഞതെന്താണ്? യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കണം നമ്മുടെ ആരാധന എങ്ങനെയാണെന്ന്. ഞാൻ ഇപ്പോൾ ആരാധനയുടെ വിഷയത്തിലോട്ട് പോകുമ്പോൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴേ, സർവശക്തിയും എല്ലാം ആരുടെ മുൻപിൽ ആരാധന അർപ്പിക്കുന്നോ അതിൻ്റേതാണെന്നുള്ളത്. ദൈവത്തിന് മാത്രമേ ഉള്ളൂ അതിനുള്ള കഴിവ്. ദൈവം മാത്രമാണ് നമുക്ക് തന്നത്. വിശുദ്ധരെയോ വിശുദ്ധ കന്യാമറിയത്തെയോ നമ്മൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമ്മളതിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതിനുവേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു തരികയാണ്. അവർ സഹായിക്കുന്നു. കൂടുതൽ ദൈവത്തോടു കൂടിയുള്ളതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചവരാണ്, ഭൂമിയിൽ നാം അങ്ങനെ ജീവിച്ച് നമുക്ക് മാതൃക തന്നവരാണ്, നമ്മളെ നയിച്ചവരാണ്. അപ്പോൾ വിശുദ്ധ കന്യ പറയുവാണെങ്കിൽ ഈ യേശുവിനെ ലോകത്തിന് സമ്മാനിച്ച തൻ്റെ ജീവിതകാലം മുഴുവൻ, അന്ത്യവും ആ ശ്വാസം വരെയും അവസാനവും യേശുവിന് വേണ്ടി മാത്രം, മനുഷ്യമക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ സർവേശ്വരനെ ഭൂമിയിൽ കൊണ്ടുവന്ന, തനിക്ക് ജന്മം കൊടുത്ത് പഠിപ്പിച്ച് വലുതാക്കി അതിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പിതാവായ ദൈവത്തോടുകൂടി സഹകരിച്ച, വിശുദ്ധ തൃത്വത്തോടുകൂടി സഹകരിച്ചവളാണ്.
അവൾ അന്യയാകത്തില്ല, അധികപ്പറ്റാകത്തില്ല, അവൾ മലീമസമായിട്ടില്ല, ആകത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. ചുമ്മാതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നുണ്ട് കന്യാമറിയത്തെ പറ്റി, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ അത് ആരാധന എന്നുള്ള ഘട്ടത്തിലോട്ട് പോയി മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെ പോകരുത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, തെറ്റാണ് ആരോടായാലും. അപ്പോൾ അതിൻ്റെയാണ്, മാതാവിൻ്റെയാണ്, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയാണ്, വിശുദ്ധരുടെയാണ് നമ്മളെ ഈ നമ്മുടെ ഈ ശക്തിയും ബുദ്ധിയും ജ്ഞാനവും അറിവും നമ്മുടെ നേട്ടങ്ങളും സമ്പത്തുകളും എല്ലാം എന്നങ്ങനെ അങ്ങ് വിചാരിക്കരുത്. നമ്മുടെ ആരോഗ്യവും എല്ലാം ദൈവം തന്നതാണ്. അത് അവർ സഹായികളായിട്ട് നിന്നതാണ്. അവർ ശക്തി വേണം. അപ്പോൾ അങ്ങനെ പിശാചിനെ ആരാധിച്ചാൽ അത് പിശാചിൻ്റേതാണ് എന്ന് ഏറ്റുപറയുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മറ്റുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെയാണ്, ദൈവത്തിൻ്റേതല്ല, മറ്റൊരു ശക്തിയുടേതാണ്, മറ്റുള്ളവരുടെയാണെന്ന് പറയുമ്പോൾ നമ്മൾ പിശാചിനെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ ആരാധന സഭ പോഷിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യരുത്. അത് സഭാ നേതൃത്വങ്ങൾ, അതിനെ പരിപാലിക്കുന്നവർ ചെയ്യുന്ന തെറ്റാണ്. കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ, അത് ഇന്നത്തെ കാലത്ത് ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാലഘട്ടമാണിത്. അങ്ങനെ വന്നിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാൻ, തെറ്റിദ്ധാരണ പറയാൻ, അസഭ്യം പറഞ്ഞുകൊണ്ട് നടക്കാൻ, അതിനൊക്കെയുള്ള വഴി വയ്ക്കുന്നത് സഭ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അമിതമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും അതിൻ്റെ ഒന്നിൻ്റെയും മുമ്പിൽ കാണിക്കരുത്. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ടാണ് തെറ്റ്. അതൊക്കെ ഞാൻ ഇനിയും ഒന്നും കൂടെ പറയാം. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ അത് കാണണം. ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, സെർച്ച് ചെയ്താൽ അത് കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും അതിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 146 48 ഉണ്ടെന്ന് തോന്നുന്നു. ഷോർട്ട്സ് എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് അതും ഉണ്ട് കുറേ. അപ്പോൾ ഇതെല്ലാം കൂടെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അതിന് വേണ്ടിയത് എടുത്ത് കാണാം, കേൾക്കാം. ഇപ്പം നോയമ്പ് കാലത്ത് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 15 വീഡിയോ നോയമ്പ് കാലത്തിൻ്റെ ധ്യാനകാല ചിന്തകളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളത്. അതുകൊണ്ട് നോയമ്പ് കാല ചിന്തകളായിട്ട് നിങ്ങൾക്ക് അത് ധ്യാനിക്കാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ഞാൻ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരാധന എന്നുള്ള കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുകയാണ്. ദൈവത്തെക്കാളും സ്ഥാനം മറ്റൊന്നിനും കൊടുക്കരുത്, മറ്റൊന്നും ആകരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാമത്തെ ഇത് കർത്താവ് പറഞ്ഞ, അപ്പോൾ അതിനെ അല്ലാതെ വേറൊന്നിനെ ആരാധിക്കരുത്, പൂജിക്കരുത്. സാത്താൻ അവിടെയും തോറ്റു. അപ്പോൾ നമ്മൾ കാണുന്നത് അടുത്തത് സാത്താനെ ഇങ്ങനെ നമ്മുടെ ആത്മാവും ശരീരവും എല്ലാം കീഴ്പ്പെടുത്തി അവനെ ആരാധിച്ചു കൊടുത്താൽ അവന് ഇതെല്ലാം തരും. കാര്യം ശരിയാണ് കേട്ടോ. ശക്തിയും മഹത്വവും എല്ലാം അവൻ തരും. മറ്റ് പല നമുക്കില്ലാത്തതൊക്കെ ഉണ്ടാക്കി തരും. അതെല്ലാം ശരിയാണ്. അവന് കഴിവുണ്ട്, തരും. പക്ഷേ അത് ആത്യന്തികമായിട്ട് നിലനിൽക്കുകയില്ല. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിചാരിച്ചിരിക്കാത്ത സമയത്ത് എന്തായാലും ജീവൻ തന്നെ നിന്നു പോകും. വളരെ വലിയ അപകടത്തിലായിപ്പോയി. എനിക്ക് കുറച്ച് സാത്താൻ സേവകരെ ചിലരെ എനിക്കറിയാം, നേരിട്ടറിയാം. ഞങ്ങളെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നവരെ അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ അപകട ദുർമരണങ്ങൾ അവന് വിചാരിച്ചിരിക്കാതെ ഇതിൻ്റെയൊക്കെ ഉന്നതത്തിലിരിക്കുമ്പോൾ തന്നെ അവന് അതൊക്കെ ഉണ്ടാകും. അത് ഇതാണ് കാരണം. അവനത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അവൻ എപ്പോഴാണ് ഇതെല്ലാം നേടിക്കഴിഞ്ഞിട്ട് എപ്പോഴാണ് പഴയ ദൈവത്തിൻ്റെ മാർഗത്തിലോട്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞ് പോകുന്നത് എന്ന് സാത്താന് സംശയമാകും. അവനെപ്പോഴും സംശയമാണ്. സംശയവും ഭയവും ആകുലതകളും തരുന്നത് സാത്താനാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന എല്ലാവർക്കും. അപ്പോൾ അവരത് സംശയമാകുമ്പോൾ അവനെ അവിടെ വെച്ച് തീർക്കും. ചിലപ്പോൾ വാഹനാപകടമായിരിക്കും, ചിലപ്പോൾ തൂങ്ങിച്ചാകലായിരിക്കും, ചിലപ്പോൾ അല്ലാതെ വിഷം കഴിച്ച് മരിക്കലാകും. അതിനുള്ള പ്രേരണയായിരിക്കും തരുന്നത്. അങ്ങനെ സാത്താൻ. അപ്പോൾ അവന് ശക്തിയുണ്ട്, തരും. അപ്പോൾ അടുത്തത്, അപ്പോൾ ചിലർ ചിന്തിക്കും എങ്ങനെയാണ് മലയുടെ മണ്ടയ്ക്ക്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കുമോ? ശക്തിയുണ്ട് അവന്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അത് നമ്മൾ സുവിശേഷത്തിൽ പുതിയ നിയമത്തിലും ഒക്കെ ഇല്ലേ, പഴയ നിയമത്തിലും ഉണ്ട് അങ്ങനെ. പരിശുദ്ധാത്മാവ് ഒരിടത്തുനിന്ന് അടുത്ത രാജ്യത്തേക്ക് വരെ കൊണ്ടുപോയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ ആ സംഭവങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് പിശാചിനും ഉണ്ട്, അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അവനെ ശിക്ഷിച്ചു. ദൈവത്തിൻ്റെ ദത്തമായിട്ടുള്ള ചില കഴിവുകൾ അവന് ഉണ്ട്, അതൊന്നും അവനിൽ നിന്ന് വിലക്കിയിട്ടില്ല.
എല്ലാം പറയുമ്പോഴും ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ പുരോഹിതരായാലും അവർ ശിക്ഷിച്ചെന്നും പറഞ്ഞ് അവർ പുറത്തായെന്നും പറഞ്ഞിട്ട് അവരുടെ ദൈവദത്തമായിട്ടുള്ള കഴിവുകൾ അവർ അതില്ലാതാക്കിയിട്ടില്ല. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലരിൽ കാണും. ആ ദൈവം അവരേതെങ്കിലും സമയത്ത് തിരിച്ചു വരട്ടെ എന്നും വിചാരിക്കുക. അപ്പോൾ സാത്താൻ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ അവൻ അവിടെ വെച്ച് തീർത്ത് കളയും. അപ്പോൾ ഇനി അടുത്തത് മൂന്നാമത്തേത് ദൈവാലയത്തിൻ്റെ ശൃംഗത്തിൽ കൊണ്ട് നിർത്തി. എന്താണ് ശൃംഗം? ഉന്നതപദം. അവിടെ ശൃംഗം എന്നല്ല, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ അത് റിവൈസ് എഡിഷനിൽ അതിൽ പറയുന്നുണ്ട് പാരപ്പറ്റാണ്. അതിൻ്റെ മുനയിലൊന്നും കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. പാരപ്പറ്റ്, അതിനോട് ചേർന്ന് ഒരു പാരപ്പറ്റുണ്ട്. പാരപ്പറ്റിൽ കൊണ്ട് നിർത്തി അവിടെയല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലത് പ്രത്യേകമുണ്ട്. ആ പാരപ്പറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, അല്ലേ? ഓരോരുത്തർ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. അത് ഇനി പരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിച്ചു, അവൻ്റെ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ചു. കാരണം യേശുവിൻ്റെ അടുത്ത് അത് വില പോവുകയില്ലെന്ന് കണ്ടു. ക്ഷീണിതനാണെങ്കിലും ദൈവമാണ്, ദൈവപുത്രനാണ്. ഇപ്പോൾ ഇവിടെ പറയാം, ദൈവപുത്രനാണെങ്കിൽ നീ താഴേക്ക് ചാടുക. അതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി ദേവാലയത്തിൻ്റെ. അപ്പോൾ താഴേക്ക് ചാടുക. അപ്പോൾ എന്തുവാണ് അവിടെ നിന്ന് സാഹസിക അഭ്യാസം കാണിക്കാൻ. പ്രിയപ്പെട്ടവരെ, അത് ദൈവാലയത്തിൻ്റെ ഉന്നതത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അന്ന് യെരൂശലേം ദേവാലയം എന്ന് പറയുന്ന സകല യഹൂദ ജനതകളുടെയും ആത്മീയമായ ഉന്നതിയാണ്. അതിൻ്റെ പ്രതീകമാണ് ആ ദൈവാലയം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ ഈ ആത്മീയമായ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന നീ താഴേക്ക് വരിക. നീ അവിടെ നിന്ന് താഴേക്ക് വരിക. എന്തിനാ? സാത്താൻ്റെ കൂടെ അവിടെ വരാൻ. ഇനി ഒന്നുമുള്ളത് പറഞ്ഞ പോലെ അക്ഷരാർത്ഥത്തിൽ നീ താഴേക്ക് ചാടുക, നിൻ്റെ കാല് തട്ടാതിരിക്കാൻ മാലാഖമാർ അല്ലെങ്കിൽ അവർ നോക്കിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സാത്താൻ അറിയാം, വചനമൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, അതിപ്പോൾ യേശു അത് കേൾക്കും, ദൈവപുത്രനാണല്ലോ, ആണെങ്കിൽ എന്നാ പറയുന്നത്, ആണെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തിയല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആത്മീയമായ ഉന്നതിയിൽ ആത്മീയമായ ഉന്നതി സ്വന്തം അഭ്യാസത്തിന് വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ ആദരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി ഉപയോഗിക്കരുത്. തെറ്റാ. ഇന്ന് നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഇതൊക്കെ കാണും. സുവിശേഷ രംഗത്ത് ഇനി ഏറ്റവും കരിസ്മാറ്റിക് രംഗത്ത് പോലും അവരൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, അങ്ങനെ പലരും പറയുന്നുണ്ട്. അത് ശരിയും തന്നെയാണ്. അതങ്ങനെ പല രംഗങ്ങളിലും ആത്മീയ രംഗങ്ങളിൽ പ്രയോഗിക്കുന്ന നേതൃത്വത്തിനും എല്ലാം അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യം, ദൈവവും അവരുമായിട്ടുള്ള ബന്ധം. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമില്ല. അത് ദൈവമാണ് നോക്കുന്നത്. കാരണം അവരെ വിധിക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ സേവകരാണ്. പൗലോസ്ലീഹ പറഞ്ഞ പോലെ അത് ദൈവവും അവരുമായിട്ടുള്ള ബന്ധം അവിടെ അവർ വിധിച്ചോളും സേവകരെ. നമ്മളും സേവകരാണ്, നമ്മളെ വിധിക്കേണ്ടുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ പരസ്പരം തെറ്റുകളേറ്റു പറഞ്ഞ് നമ്മൾ ദൈവത്തോടും പറഞ്ഞ് നമ്മൾ അത് മാറുക. മറ്റുള്ള കാര്യം കൂടുതലായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ ജോലിയല്ല. അപ്പോൾ അതിനുള്ള സ്റ്റേജ് അല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പറയുക. അപ്പം ആ ആത്മീയ രംഗത്ത് നിന്ന് താഴേക്ക് വന്ന് നീ ഇതെല്ലാം അനുഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴതങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ആത്മീയ ജീവിതം, സുവിശേഷ ജീവിതം ഒരിക്കലും വിശ്വാസികളെ, വരുന്ന കൂട്ടങ്ങളെ, വിശ്വാസി കൂട്ടങ്ങളെ സംഭ്രമിപ്പിക്കാനും
അതിശയം പ്രകടിപ്പിക്കാനും പറയാനും ഒക്കെ ഉള്ള വഴിയായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. അങ്ങനെ കാണുന്നത് തെറ്റാണ് അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ എന്താണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വളരെ വിശദീകരിച്ച് പറഞ്ഞതിന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേതായിട്ട് ദൈവിക ശക്തി ലഭിച്ചിട്ടുള്ളവർ, സുവിശേഷവരം ലഭിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെല്ലാം എന്ത് ചെയ്യണം? രോഗശാന്തി ശുശ്രൂഷകൾ, മറ്റുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ദർശനീയ ശക്തി വരം ലഭിച്ചിട്ടുള്ളവർ, ഇതെല്ലാം ഉദരത്തിന് വേണ്ടി ആകരുത്, സ്വന്തം സുഖത്തിന് വേണ്ടി ആകരുത്. അത് സമൂഹത്തിന് വേണ്ടി ആയിരിക്കണം ഉപയോഗിക്കേണ്ടുന്നത്. അതിൻ്റെ ഫലം സ്വയം ഉപയോഗിക്കാനുള്ളതല്ല. രണ്ട്, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി നമ്മളുടെ ആത്മീയ ശുശ്രൂഷകൾ ഉപയോഗിക്കരുത്. ആ രംഗത്ത് ഇത് പാടില്ല. പക്ഷെ അല്ലാതെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, ഉണ്ടായിരിക്കും, ആ കാര്യം പോട്ടെ. പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ അറിവുകേടും വിവരക്കേടുമാണ്. അറിവുണ്ടെങ്കിലും വിവരക്കേടുകൾ ചിലരിൽ കാണും. ഇതല്ല നമ്മുടെ പരമമായ ലക്ഷ്യം. ദൈവരാജ്യത്തിലെ പൗരത്വം നമ്മൾ സ്വീകരിച്ചു മറ്റുള്ളവർക്കും ആ പൗരത്വത്തിലേക്ക് അവരെ സഹായിക്കുക. ആ പൗരത്വം സ്വീകരിക്കുന്നതിന് അതാണ് സുവിശേഷ പ്രവർത്തനം, ധ്യാനം, ഈ നമുക്ക് കിട്ടിയ വരങ്ങളൊക്കെ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് ഞാൻ ഇപ്പം പറഞ്ഞതിൻ്റെ ചുരുക്കം, അത്ഭുതങ്ങൾ കാണിച്ച് അതിൻ്റെ ശൃംഖത്തിൽ നിന്ന് ചാടുകയല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അങ്ങനെ കാണിക്കാനുള്ളതല്ല ആത്മീയ രംഗം. നമ്മൾ അതിനു വേണ്ടി തത്രപ്പെടരുത്. അതും നമ്മുടെ ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. രോഗശാന്തി ശുശ്രൂഷയെല്ലാം ഞാൻ പറഞ്ഞാൽ അത് നടത്തണം. ഇതൊക്കെ നമ്മുടെ നേട്ടത്തിന് വേണ്ടി, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ആകരുത്. അത് നമ്മുടേതല്ല, കർത്താവ് തന്ന വരമാണ്. അത് കർത്താവിൻ്റെയാണ്. ദാനമായിട്ട് കിട്ടി, ദാനമായിട്ട് നിങ്ങൾ അത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ വന്നാൽ സാത്താന് കീഴ്പ്പെടലാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ ഭാഗങ്ങൾ, ഈ നോയമ്പ് കാലത്ത് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇത്. നമ്മുടെ ആത്മീയ ലക്ഷ്യങ്ങൾ പരിപൂർണമായിട്ട് ദൈവത്തിന് അടിയറ വെച്ച് ദൈവത്തിൻ്റെയാണ്, ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സമൂഹത്തോടും പറഞ്ഞ് നമുക്ക് ധ്യാനിക്കാം, നമുക്ക് ആരാധിക്കാം. അതിന് മുമ്പ് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടാലും കേട്ടാലും അതൊക്കെ നമ്മൾ വിമർശിക്കാൻ നമ്മളാളല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ദൈവത്തിൻ്റെ സേവകരാണവർ. ദൈവത്തിൻ്റെ സേവകരുടെ കാര്യം ദൈവമാണ് നോക്കേണ്ടത്. നമ്മുടെ കാര്യം, നമ്മളും ദൈവത്തിൻ്റെ സേവകരാണ്, അല്ലെന്നല്ല പറഞ്ഞത്. നമ്മുടെ കാര്യം ദൈവം നോക്കും. അപ്പം നമ്മൾ അവരെയാണ് വിധിക്കാൻ പോകുന്നതെങ്കിൽ നമ്മളെ എത്ര അധികമായിട്ട് വിധിക്കാൻ നമുക്ക് പറ്റും? നമ്മുടെ കണ്ണിൽ കർത്താവ് പറഞ്ഞല്ലോ, കോല് വെച്ചും കൊണ്ട് അവരുടെ കണ്ണിലെ കരടെടുക്കാൻ നടക്കരുത്. അങ്ങനെയുള്ള ഒരുപാട് ഇപ്പം ഞാൻ പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയകളിൽ കാണുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു. അങ്ങനെ ചെയ്യരുത്, അവരുടെ അറിവില്ലായ്മ കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം നമുക്ക് സംഗ്രഹിക്കാം. എൻ്റെ ഈ വീഡിയോ പലർക്കും അയച്ചു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെയും പ്രേരിപ്പിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, മറന്നു പോകരുത്. അത് ചെയ്യണം. പലർക്കും അയച്ചു കൊടുത്താൽ ഈ നോയമ്പ് കാലത്ത് എല്ലാവർക്കും പ്രയോജനപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമീൻ.